ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ കമ്മിങ് CHSL CGL എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 12th ഷിഫ്റ്റിൽ 12th ഒക്ടോബറിലെ 3 ഷിഫ്റ്റ്സിലെ റീസണിങ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് 13th ഒക്ടോബർ ഷിഫ്റ്റ് 1 പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോണത്. അപ്പോൾ പേപ്പറിൽ മുന്നേ പോകാൻ പോണതിന് മുന്നേ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. CHSL 19 13th ഒക്ടോബർ ഷിഫ്റ്റ് 1 നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ നമ്പർ ക്ലസ്റ്റർ വെൻ ദ മിറർ ഇസ് പ്ലേസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ക്ലസ്റ്റർ. ഓക്കെ, ഈ ഒരു നമ്പറിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മിറർ ഇവിടെ വെക്കാനാണ് പറയണത്. ഓക്കെ, അപ്പോൾ മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യനിലെ ഭയങ്കര എളുപ്പമുള്ള ലോജിക്കാണ് എന്ത്? നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് അതിൻ്റെ റൈറ്റ് സൈഡ് ആയിട്ടുണ്ടാവും, ഇതിൻ്റെ റൈറ്റ് സൈഡ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 7 ആണ് വന്നേക്കണം. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നോക്കണം. ഓക്കെ, 7 എവിടെയാണ് വന്നേക്കണം നോക്കണം. ഓക്കെ, എല്ലാ ഓപ്ഷൻസിലും 7 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കണം 7 എന്ത് പറ്റിയെന്ന് നോക്കണം. 7 എന്താ ലെഫ്റ്റ് റൈറ്റ് ഒരു ഇൻവേർട്ടഡ് ആയി കാണും. പക്ഷെ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ 7ൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അതായത് ഇപ്പോൾ 7ൻ്റെ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ടല്ലേ പോയിന്റ് ചെയ്തിരിക്കണം. മിറർ ഇമേജ് വരുമ്പോൾ അത് റൈറ്റിലോട്ടാവും. അതാണ് ബേസിക് സംഭവം. ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും. അത് റൈറ്റിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റിലോട്ട് വരും മിറർ ഇമേജ് എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ 7ൻ്റെ കറസ്പോണ്ടിങ് ഇതാണ്. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷനിൽ മറ്റേ 7 എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ ആയേക്കണേണ്. അത് വാട്ടർ ഇമേജിലാണ് നടക്കുന്നത്, മിറർ ഇമേജിലല്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം റൈറ്റ് അവേ. എന്നിട്ട് പിന്നെ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഓപ്ഷൻസിൽ 3, 3, 3 സെയിം ആണ്. അപ്പോൾ നമുക്ക് 3 നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓപ്ഷൻസിലെല്ലാം സെയിം ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് നമ്മൾ 4, 4, 4 നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ ഓപ്ഷൻസിൽ മാത്രം 4 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഇൻവേർട്ട് ആവും. അതായത് ഈ ഭാഗം റൈറ്റിലോട്ട്, ഇത് ലെഫ്റ്റിലോട്ടല്ലേ പോയിന്റ് ചെയ്തേക്കണം. മിറർ ഇമേജ് വരുമ്പോൾ റൈറ്റിലോട്ട് വരും, ഇങ്ങനെ വരും. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചേക്കണം? സെക്കൻഡ് ഓപ്ഷനിൽ 4 ഇൻവേർട്ടഡ് ആയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഓപ്ഷൻ ഫസ്റ്റും തേർഡ് ഓപ്ഷൻ മാത്രമാണ് അപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. കാരണം അപ്സൈഡ് ഡൗൺ അല്ല, ലെഫ്റ്റ് റൈറ്റ് ആണ് സാധാരണ മിറർ ഇമേജിൽ സംഭവിക്കുന്നത്. വാട്ടർ ഇമേജിലാണ് അപ്സൈഡ് ഡൗൺ ആകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇതുമാണ്. അതായത് 6 എന്താ സംഭവിച്ചാണ്? 6 നമ്മൾ ലെഫ്റ്റ് റൈറ്റ്, അതായത് ഈ ഭാഗം ഇങ്ങനെയുള്ളൊരു ഭാഗം ലെഫ്റ്റിലോട്ടുള്ള ഭാഗം റൈറ്റിലോട്ട് പോകും മിറർ ഇമേജ് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇതായിരിക്കും മിറർ ഇമേജ്. ഇവിടെ എന്താ സംഭവിച്ചേക്കണം? ഇൻവേർട്ട് ആവുകയാണ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. അപ്പോൾ നമ്മൾ മിറർ ഇമേജിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ വഴി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓപ്ഷൻ റെപ്രസെൻറ്റ്സ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൺ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ഇംഗ്ലീഷ് ഡിക്ഷണറി? ഓക്കെ, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഈ ഏത് ഓർഡറിലാണ് ഈ തന്നിരിക്കുന്ന വേർഡ്സ് വന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ എങ്ങനെയാണ്? ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു വേർഡുണ്ട്, ABC എന്ന് പറഞ്ഞ വാക്കുണ്ട്, AC എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്, അല്ല ACC എന്ന് പറഞ്ഞ വേർഡുണ്ട്. ഇതിൽ ഫസ്റ്റ് വന്നത് ABC ആയിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ACC വരുന്നത്. കാരണം ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഇംഗ്ലീഷ് ഡിക്ഷണറി വരുന്നത്. അത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്? ആദ്യത്തെ ലെറ്റർ എല്ലാം ഇതിലും M ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ A ആണ്, എല്ലാത്തിലും A ആണ്. അത് കഴിഞ്ഞിട്ട് വന്ന ആദ്യം വന്ന ലെറ്റർ ഏതാന്ന് നോക്കണം. ഓക്കെ, ഇവിടെ എല്ലാം N ആണ്, ഇവിടെ മാത്രം K ആണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്? 5th ആയിരിക്കും ഫസ്റ്റ് വന്ന ലെറ്റർ, ഫസ്റ്റ് ഇതായിരിക്കും വന്നത്. അപ്പോൾ 5th അല്ലാത്ത ഓപ്ഷൻ അല്ല, അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ നോക്കണം K കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ബിറ്റ്വീൻ 1 to 4 ആണ് പിന്നെ നോക്കേണ്ടത്. 1 to 4ൻ്റെ എല്ലാം N ആണ് വന്നേക്കുന്നത്. പിന്നെ തേർഡ് ലെറ്റർ ഏതാ നോക്കണം. ഇവിടെ K ആണ്, ഇവിടെ N ആണ്, ഇവിടെ U ആണ്, A ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ A ആണല്ലോ ഫസ്റ്റ് വന്ന ലെറ്റർ. അപ്പോൾ നമ്മൾ മാനേജ്മെൻ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ 5, 4 ആയിരിക്കും ഓർഡർ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെറ്റർ വരും, സെക്കൻഡ് വേർഡായിട്ട് വരും ഡിക്ഷണറിയിൽ. സെക്കൻഡ് പൊസിഷൻ ആയിരിക്കും സ്റ്റാർട്ടിങ് മുതൽ വരപ്പോൾ. പിന്നെ നമുക്കപ്പോൾ ബിറ്റ്വീൻ 1 and 3 ആണ് നോക്കേണ്ടത്. ബിറ്റ്വീൻ 1 and 3 നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ്
ഇതിൽ 1 ആണ് എന്ന് പറയുന്നത്, ഇത് 2 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 2 ജസ്റ്റ് കമ്പയർ നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫസ്റ്റ് വരുന്നത് ഒബ്വിയസ്ലി 1 ആണല്ലോ, കാരണം കെ ആണല്ലോ. ഫോർത്ത് ലെറ്റർ നോക്കുമ്പോൾ കെയും എന്നും ബിറ്റ്വീൻ ആണ്, കെ ആണ് എന്നിന് മുന്നേ വന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് തേർഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യുക? ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിഗർ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ സ്റ്റാൻഡേർഡ് ഫിഗർ. ബേസിക്കലി അതെന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഈ കോർണറിൽ നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പറഞ്ഞാൽ ഇത് 2 പാർട്ടാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പറഞ്ഞാൽ 1 + 2, അതായത് 3 ആണ്. ഇതിലിപ്പോൾ ഒരു 6 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തതിന് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 1 + 2 + 3 + എക്സെട്ര +6. ഇതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആ ഫിഗറിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് അല്ലേ, അതായത് ഇപ്പോൾ 3. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബേസ് വെച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫിഗർ കിട്ടും. അതായത് ഒരു ട്രയാങ്കിളിനെ ഒരു ലൈൻ വെച്ച് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത ഫിഗർ കിട്ടും. ഈ ഒരു ബേസ് വെച്ച് നോക്കിയാലും അങ്ങനെ വരും. അപ്പോൾ ഓരോ ബേസിലും എത്ര ട്രയാങ്കിൾസ് വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? മൊത്തം 3 ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബേസ് കാരണം എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 3 ഉണ്ടാവും. ഈ ഒരു ബേസ് കാരണം 3 ഉണ്ടാവും. ഈ ഒരു ബേസ് കാരണം 3 ഉണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ ബേസ് കാരണം 3 ഉണ്ടാവും. അപ്പോൾ എത്ര വന്നു? 3 ഇൻറ്റു എത്ര ബേസസ് ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ 12 ബേസ് കാരണം 4 ബേസ് കാരണം 12 ട്രയാങ്കിൾസ് ടോട്ടൽ ഇതിലുണ്ട്. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ കാരണം വന്നുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ കാരണം ഇവിടെ നിന്ന് എന്താ ഒരു ട്രയാങ്കിളും കൂടി എക്സ്ട്രാ വന്നുണ്ട്. അപ്പോൾ +1. ആ ഒരു ട്രയാങ്കിൾ മൊത്തം 13 ട്രയാങ്കിൾസ് ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിലുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആണ്. ഇത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര ബേസസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ബേസസിന് ഓരോ ബേസും 3 ട്രയാങ്കിൾസ് വെച്ചാണ് ഫോം ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ച് 4 × 3 ചെയ്യുക, 3 × 4 ചെയ്യുക, എന്നിട്ട് പിന്നെ പ്ലസ് ഒരു എക്സ്ട്രാ തന്നെ. ഈ ഒരു ബേസ് കംപ്ലീറ്റ് ആയെങ്കിൽ ഇവിടെ 3 മോർ ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കംപ്ലീറ്റ് അല്ല, പകുതി വരെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ് ഈ ഒരു ബേസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഇൻ ദ ഗിവൻ സെറ്റ്. ഓക്കെ, ഈ സെറ്റിൽ ഒരു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഓപ്ഷൻസിൽ ഏത് സെറ്റാണെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമ്മൾ 15 49 റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം, അല്ലെങ്കിൽ 15 49 വെച്ച് 201 എത്താൻ പറ്റുമോ നോക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 15 49 വെച്ച് റിലേറ്റ് ചെയ്യാൻ നോക്കാം. അതെങ്ങനെ വരും? 15ൻ്റെ അടുത്തൊരു നമ്പർ ഉണ്ട്, 45 അടുത്തൊരു മൾട്ടിപ്പിൾ അല്ലേ, നമുക്ക് മൾട്ടിപ്പിൾ നോക്കാം. 15 × 3 എന്താ? 45 ആണ്. 45 + 4 ആണ് നമ്മുടെ 49 എന്ന് പറഞ്ഞാൽ അല്ലേ. 49 എന്ന് പറഞ്ഞാൽ 45 + 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് കിട്ടി. നമുക്ക് അടുത്ത 49ഉം 201 തമ്മിലൊരു റിലേഷൻഷിപ്പാണ് അടുത്ത് വേണ്ടത്. ക്ലിയർ ആയിട്ട് എഴുതാം. 49 എന്ന് പറഞ്ഞാൽ 45 × 3 + 4 ആണ് 49 എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് 49ഉം 201ഉം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 49 ഇൻറ്റു എന്ത് വരും? 49 ഇൻറ്റു 5 വന്നാൽ 200 above ഒബ്വിയസ്ലി പോകും. 245 ഒക്കെ പോകുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ളത് 200 അടുത്തുള്ള നമ്പർ ആക്കാനാണ് നോക്കേണ്ടത്. താഴെയുള്ള നമ്പർ എന്താ? 4 ആണ്. 4 ചെയ്യുമ്പോൾ 160 + 36 196 വരും. 196 + 5 അല്ലേ 204, +5 ആണ് 201 എന്ന് പറഞ്ഞാൽ. സോറി, 201 ആണ്. 201 എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ആദ്യത്തെ നമ്പർ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 4 വെച്ച് ആഡ് ചെയ്തു, പിന്നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 5 വെച്ച് ആഡ് ചെയ്തു. ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അത് ഓപ്ഷൻസ് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു അസംഷൻ ഇത് കറക്റ്റാണെന്ന്, ഈ ആണ് ലോജിക് എന്നൊരു അസംഷനിൽ നമുക്ക് പോവാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ ഈ ഓരോ ഓപ്ഷൻസിലും നമ്മൾ ഈ ഒരു ലോജിക്കാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്സ് സെയിം ആണോ നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ എന്താ ചെയ്താൽ ആദ്യമേ 3 വെച്ച് ഇൻറ്റു ചെയ്തു, പിന്നെ 4 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ലാ ഓപ്ഷൻസിലും ഈ ഓരോ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. അതായത് നമ്മുടെ ആൻസർ 4th ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ കുറേ കാൽക്കുലേഷൻ സമയം പോകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റും, ഇത് ഈ ഓപ്ഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ലോജിക്കിൻ്റെ ബേസിലാണോ എന്ന് പെട്ടെന്ന് നമ്മളെങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ പറഞ്ഞ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 + 4 ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ കിട്ടിയ ആൻസറിന് നമ്മൾ -4 ചെയ്തതിന് അതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 and 15 ആയിരിക്കണമെന്നാണ്. അതായത് നമുക്ക് ഇവിടെ കിട്ടണത്, ഇവിടെ നമ്മൾ എന്താ ചെയ്താൽ ഇൻറ്റു 3 ചെയ്യണം, പിന്നെ +4 ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ +4 നമ്മളിപ്പോൾ 76 നമുക്ക് ആൻസർ അറിയാം. അപ്പോൾ അടുത്ത ഇത് കറക്റ്റാണ്, ഈ സെയിം റിലേഷൻഷിപ്പാണ് ഇവിടെ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യമേ 76ന് 4 വെച്ച് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതെന്ത് വരും? 72 എന്ന് വരും. പിന്നെ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? 24 × 3 ആണോ 72, അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ 72 എന്ന് നോക്കിയാൽ മതി.
ആക്ച്വൽ കാൽക്കുലേഷൻ ചെയ്യേണ്ട 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയത്. ഓക്കെ 72 ഓക്കെയാണ്. പിന്നെ അതുപോലെ നമ്മൾ അടുത്ത കേസിലോട്ടും പോകണം. അടുത്ത കേസിൽ എന്താ ചെയ്താൽ നമ്മൾ 76 ഇൻറ്റു 4 ചെയ്തു, പിന്നെ +5 ആണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ കേസിൽ എന്താണ് നമ്മൾ ആദ്യമേ 5 എന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം 307 നിന്ന്. 307 നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ കിട്ടിയെന്ന് നോക്കിയാൽ മതി. കാരണം ഇവിടെ അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പോൾ ഈ 5 ഞാൻ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര കിട്ടും? 196 കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. കാരണം 49 × 4 കിട്ടിയാൽ 196. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുന്നതാണ് 201. നമ്മൾ ഈ 5 സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുക, ഇവിടെ ആക്ച്വലി 76നെ 4 വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് സമയം കളയാതെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഈ ഇത് റൈറ്റ് ആണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നമ്മൾ എന്താ 5 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയത് 302 ആണ്. 302 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അല്ല, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതുപോലെ നമ്മൾ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകണം. സെക്കൻഡ് ഓപ്ഷൻസിൽ നമ്മൾ സെയിം ലോജിക്ക് അപ്ലൈ ചെയ്യണം. 4 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 51 കിട്ടി. 17ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ, 17 × 3 ആണല്ലോ. അപ്പോൾ ഈ ഒരു പെയർ ഓക്കെയാണ്. അതിനായിട്ട് ഈ ഒരു പെയർ നോക്കണം. ഈ പെയർ നോക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആക്ച്വലി ചെയ്യേണ്ടത് 55 × 4 +5 ചെയ്യുമ്പോൾ ഇത് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. പക്ഷേ അത് ടൈം എടുക്കണത് നമ്മൾ ആദ്യം തന്നെ +5 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 215 എന്ന് കിട്ടി അല്ലേ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ 55 × 4 അല്ലേ ആവേണ്ടത്. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ആവേണ്ടത്. 215 ആണോ? അല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ റൈറ്റ് അവേ ഈ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുകൊണ്ട് നമുക്ക് തേർഡ് ഓപ്ഷനിലോട്ട് പോകാം. തേർഡ് ഓപ്ഷനിലോട്ട് പോകുമ്പോൾ 29 91 എന്നുള്ള സാധനമാണത്. 91 നമ്മൾ എന്താണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്? 4 സബ്സ്ട്രാക്ട് ചെയ്യണം. 4 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 87 എന്ന് കിട്ടും. 87 എന്ന് പറഞ്ഞാൽ 29 × 3 ആണോ? ആണ്. 60 + 27 87 എന്ന് വരും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെയാണ്. അതിട്ട് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകണം. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 വെച്ച് 5 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 364 എന്നുള്ള റിലേഷൻഷിപ്പ് കിട്ടി. അതെന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ റൈറ്റ് അവേ നമുക്ക് ചെയ്ത് നോക്കാം. 91 × 4 364 ആണോ നോക്കാം. നോക്കുമ്പോൾ 360. ഓക്കെ, 364 തന്നെയാണ്. 360 + 4 അല്ലേ, 364 വന്നു. +5 നമ്മൾ +5 ഇപ്പോൾ 369 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് തേർഡ് ഓപ്ഷൻ ആയിരിക്കും. നമ്മുടെ ഈ സെയിം ലോജിക്ക് ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഓപ്ഷനാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേഷൻ ചെയ്ത ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ കാൽക്കുലേഷനിൽ വളരെ ഫാസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ലോജിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പിന്നെ ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇൻ സഡൻ കോഡ് ലാംഗ്വേജ് സെക്ഷൻ ഇസ് റിട്ടൺ ആസ് ഒരു പർട്ടിക്കുലർ കോഡ് എന്നുണ്ട്. ഹൗ വിൽ ഹോസ്റ്റൽ ബി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റൈറ്റ് അവേ സെക്ഷനും ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു അതായത് ഓപ്പോസിറ്റ് പെയർ ആണോ അല്ലെങ്കിൽ അടുത്തടുത്ത നമ്പറാണോ പറയാൻ പറ്റിയില്ലെങ്കിൽ റൈറ്റ് അവേ നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതിയിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് എന്നുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് അവേ കഴിഞ്ഞ സെഷൻസിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതാണ് നമ്മളിപ്പോൾ ഒരു വേഗം ചെയ്തു പോണത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കാണാം. അപ്പോൾ ഇതൊരു സെക്ഷൻ്റെ കറസ്പോണ്ടിങ് നമ്പർ, എസിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 19, ഇത് 5 3 20 9 15 14. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ കോഡ് തന്നേക്കുന്നത് PHZQLRK ആണ് നമുക്ക് തന്നേക്കുന്ന കോഡ്. ഇത് പറഞ്ഞാൽ 16 വരും, 8 വരും, 26 വരും, 17 വരും, 12 വരും, 6 എന്ന് പറഞ്ഞാൽ 18 വരും, K എന്ന് പറഞ്ഞാൽ 11 വരും. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചേക്കണം? -3 ആണ് ഇവിടെ സംഭവിച്ചേക്കണം. -3 അഗെയിൻ ഇവിടെ +3 ആണ് വന്നേക്കണത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 23 -3 ചെയ്യുമ്പോഴത്തേക്കും 0 ആവും. അപ്പോൾ നമുക്ക് 3നെ എന്തും കൂടി വിളിക്കാം? 26 + 3 29 എന്ന് വിളിക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ 29 കോഡും സിയുടെ കോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് 29 - 3 എന്ന് പറയുന്നത് അഗെയിൻ -3 ആണ് ഇവിടെ വന്നത്. 26 വരുമല്ലോ. അപ്പോൾ അത് ഓക്കെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ -3, പിന്നെ എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഇവിടെ +3, 9 + 12 +3, പിന്നെ ഇതും +3, പിന്നെ അഗെയിൻ ഇവിടെ -3. അതാണ് സംഭവിച്ചത്. അതായത് ചില ലെറ്റേഴ്സ് താഴോട്ട് 3 ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലത് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഏതൊക്കെയാണ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തത് നമുക്ക് നോക്കാം. ആദ്യമേ പൊസിഷനിലാണോ നോക്കാം, അതായത് ഓൾട്ടർനേറ്റീവ്ലി +3 ഷിഫ്റ്റ് ആയി നെഗറ്റീവ് ഷിഫ്റ്റ് ആയോ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ -3 +3 -3 -3 +3 +3 -3. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഷിഫ്റ്റിംഗ് അല്ല നടന്നേക്കണം, പൊസിഷണൽ ഷിഫ്റ്റിംഗ് അല്ല നടന്നേക്കണം. അപ്പോൾ നമ്മൾ സെക്കൻഡ്ലി നോക്കേണ്ടത് എന്താണ് ഷിഫ്റ്റ് ആയേക്കണമെന്ന് നോക്കണം. നോക്കുമ്പോൾ ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ +3 ആയിട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, പിന്നെ +3 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഐ ആണല്ലോ 9 +3 ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഇയും ഐയും അതായത് എപ്പോഴും വന്ന SSCക്ക് വന്ന ഒരു ലോജിക്കാണ് ഈ വവൽ കോഡിങ്ങിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ വവൽസ് ഒരു പർട്ടിക്കുലർ ലോജിക്കിലും കൺസണൻസ് വേറൊരു ലോജിക്കിലും ആയിരിക്കും കോഡ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും
ഇയും ഐയും മാത്രം, ഇയും ഐയും ഓക്കെ. എഗെയിൻ ഒയും ഇ ഐ ഒ എഗെയിൻ +3 വന്നേക്കണം. എന്തുകൊണ്ടാണ്? വവൽസ് ആണ് +3 അയക്കണത്, കൺസണൻസ് ആണ് -3 അയക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് ലോജിക്ക്. കൺസണൻസ് ആർ ഷിഫ്റ്റഡ് ഡൗൺവേർഡ്സ് ബൈ 3 ആൻഡ് വവൽസ് ആർ ഷിഫ്റ്റഡ് അപ്വേർഡ്സ് ബൈ 3. അതാണ് ബേസിക്കലി നടന്നേക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഹൗ വിൽ ഹോസ്റ്റൽസ് ബി റിട്ടേൺ ആസ് ഇൻ ദ ലാംഗ്വേജ് എന്ന് നോക്കാം. അപ്പോൾ ഹോസ്റ്റൽസ് അഗെയിൻ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഇത് കൺസണൻ്റ് അല്ലേ, അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്തു, ഇ ആയി. അതായത് 8 ആയിരുന്നു, അത് ഇ ആയി. ഒ എന്ന് പറഞ്ഞത് വവലാണ്, വവൽ എന്തായി ഇൻക്രീസ് ചെയ്തു, അപ്പോൾ 6 വന്നു, +3 ആയി. ഇത് എസ് കൺസണൻ്റ് ആണ്. എഗെയിൻ ഇപ്പോൾ എന്ത് വന്നു? -3 വന്നു. 19 - 3 16 വന്നു. അപ്പോൾ പി വന്നു എസിൻ്റെ കറസ്പോണ്ടിങ്. അതുകൊണ്ട് ടിയും എഗെയിൻ കൺസണൻ്റ് ആണ്, അപ്പോൾ അത് ക്യൂ വരും -3 ചെയ്യുമ്പോൾ. ഇ എന്ന് പറഞ്ഞാൽ വവലാണ്, അപ്പോൾ +3 ചെയ്യുമ്പോൾ എച്ച് വരും. പിന്നെ എൽ എന്ന് പറഞ്ഞാൽ കൺസണൻ്റ് ആണ്, അപ്പോൾ -3 ചെയ്യുമ്പോൾ ഐ വരും. അപ്പോൾ എഗെയിൻ നമുക്ക് ഇ ആർ പി ക്യു എച്ച് ഐ ഉണ്ട്. ഇ ആർ പി ഓക്കെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 എന്ന് റൈറ്റ് അവേ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഓപ്ഷൻ 1 ആണെന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ എഗെയിൻ ഇവിടെ ചെയ്യുവാണെങ്കിൽ ഇത് പി വരും, 19 - 3 പി എന്ന് വരും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. ഈ ലോജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വവൽസും കൺസണൻസും ഡിഫറൻ്റ്ലി കോഡ് ചെയ്യുന്ന ആ ലോജിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിലോജിസം ക്വസ്റ്റ്യൻ ആണ്, അത് വായിക്കാം. Read the statements and conclusions carefully, assuming that the information given in the statement is true, even if it appears to be at variance with commonly known facts. Decide which of the conclusions logically follows from the statement. Okay, അറിയാമോ, ലൈക്ക് ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 100% ട്രൂ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഇതിൽ ഒരു ആംബിറ്റിൽ ഇത് 100% ട്രൂ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസിൽ ഈ കൺക്ലൂഷൻസ് ലോജിക്കലി ഫോളോ ചെയ്യേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് വെൻ ഡയഗ്രം യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സം കമ്പ്യൂട്ടേഴ്സ് ആർ ഫോൺ, നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ ഒരു സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളൊരു ഇത് കമ്പ്യൂട്ടേഴ്സിന് സി കൊടുത്തു, ഫോണിന് പി കൊടുത്തു. സം കമ്പ്യൂട്ടേഴ്സ് ആർ ഫോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യണ്ടല്ലോ. സം കമ്പ്യൂട്ടേഴ്സ് ആർ ഫോൺസ്. ഓക്കെ, അതുകഴിഞ്ഞിട്ട് ഓൾ ഫോൺസ് ആർ ടെലിവിഷൻസ്. ഓൾ ഫോൺസ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ഫോൺസിൻ്റെ സർക്കിൾ നമ്മൾ ടെലിവിഷൻ എന്ന് പറഞ്ഞ ഒരു ബിഗർ സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. അതാണ് ടെലിവിഷനെ ടി വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ടെലി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ആ കൺക്ലൂഷൻസ് എല്ലാം വാലിഡ് ആണോ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിൽ കൺക്ലൂഷൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നേക്കുന്നത് വാലിഡ് കൺക്ലൂഷൻസ് ആണോ എന്നാണ് നോക്കേണ്ടത്. വാലിഡ് കൺക്ലൂഷൻ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണ്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ എന്താണ്, 100% ട്രൂ ആയിരിക്കണം. ഒരു 100% എല്ലാ പോസിബിലിറ്റീസിലും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണെങ്കിലാണ് അത് വാലിഡ് കൺക്ലൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ പറയുന്നത് സം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാകാം. ഫോൺസ് ആർ കമ്പ്യൂട്ടേഴ്സ് ആണ് പറയുന്നത്. സം ഫോൺസ് ആർ കമ്പ്യൂട്ടേഴ്സ്. യെസ്, അത് സം ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ആണ്, കാരണം ഇവിടെ നമുക്ക് ഫിഗർ ചെയ്ത് നോക്കി മനസ്സിലാവും സം ഫോൺസ് ആർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇത് വാലിഡ് ആണ്. ഓൾ കേസസിൽ അത് ട്രൂ ആയിരിക്കും. സം ടെലിവിഷൻസ് ആർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, എഗെയിൻ അത് ട്രൂ ആയിരിക്കും, കാരണം ഓൾ ഫോൺസ് ആർ ടെലിവിഷൻസ് എന്നല്ലേ പറയണം. അപ്പോൾ സം ഫോൺസ് ആർ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഫോൺസ് ഒബ്വിയസ്ലി ആർ ടെലിവിഷൻസ്, കാരണം ഈ സർക്കിളിൻ്റെ ഉള്ളിലാണല്ലോ ഫോൺസ് വന്നത്, എല്ലാം ഫോൺസും ടെലിവിഷൻസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കി, സം ടെലിവിഷൻസ് ആർ ഓൾസോ കമ്പ്യൂട്ടേഴ്സ്. അതായത് ടെലിവിഷൻസ് ആർ ഫോൺസ് ദാറ്റ് ആർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അതായത് ഈ ഒരു കോമൺ ഇതിൽ ഈ ടെലിവിഷനും ഫോണും ഇതും വരാറാണ് ഇത് ട്രൂ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നോ ടെലിവിഷൻ ഇസ് എ കമ്പ്യൂട്ടർ. പക്ഷേ അത് നമുക്ക് ഈ ഒരു പാർട്ടിലുള്ള ടെലിവിഷൻ ഒബ്വിയസ്ലി കമ്പ്യൂട്ടർ ആണല്ലോ, അപ്പോൾ ഈ ഒരു ഇത് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, കാരണം ഈ പാർട്ടിലത് ട്രൂ ആയിട്ട് വരുന്നുണ്ട്, അതായത് ടെലിവിഷൻ കമ്പ്യൂട്ടർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 2 ആണെന്ന് പറയാം കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ക്ലിയർ ആണ്, കുഴപ്പമില്ല, ഡീസൻറ്റ് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി മീൻസ് എ ഈസ് എ വൈഫ് ഓഫ് ബി, എ ഡിവൈഡഡ് ബൈ മീൻസ് എ ഈസ് എ ഫാദർ ഓഫ് ബി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പറയണത് എ ഇൻറ്റു ബി ആണെങ്കിൽ എ ഇസ് എ വൈഫ് ഓഫ് ബി എന്നാണ്. എ ഇസ് എ വൈഫ് ഓഫ് ബി, അതായത് എയുടെ ജെൻഡർ മറ്റേ ഫീമെയിലാണ്, അപ്പോൾ നമ്മൾ മൈനസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ മീനിങ് അതാണ്. അടുത്തത് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എ ഈസ് എ ഫാദർ ഓഫ് ബി എന്നാണ് പറയുന്നത്. അപ്പോൾ എ ഫാദറാണ്. സെയിം ജനറേഷൻ ആണെങ്കിൽ നമ്മൾ സെയിം ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഡിഫറെൻറ്റ് ജനറേഷൻ ആണെങ്കിൽ ഓൾഡ് ജനറേഷനും മോളും സ്മോളർ ജനറേഷൻ താഴെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ എ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ എ ഈസ് എ ഫാദർ ഓഫ് ബി, അപ്പോൾ ഇതിൻ്റെ ജെൻഡർ പ്ലസ് ആണെന്ന് പറയാം. പിന്നെ നമ്മൾ ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ, അത് ഈ തന്നേക്കുന്ന എക്സ്പ്രഷൻ ആർ ഇസ് എ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഓപ്ഷൻസിലും ഈ മറ്റേ ഫാമിലി ട്രീ വരക്കണം, എന്നിട്ട് അതിൽ ഏതാണെന്നാണ് പറയേണ്ടത്. പക്ഷേ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരച്ച് വരുമ്പോൾ എക്സാമിന് സമയമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ചോദിച്ചേക്കുന്ന ആളുടെ ഇതിൽ നമുക്ക് റൈറ്റ് അവേ പറയാൻ പറ്റുന്ന ജെൻഡർ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ മീൻസ് ആർ ഇസ് എ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എസ് എന്നാണ്.
ആർ എന്ന് പറഞ്ഞാൽ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എസ് എന്നാണ്. പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് ഉണ്ട്, എസിൻ്റെ മദർ ഉണ്ട്, മദറിൻ്റെ പെറ്റേണൽ എന്നല്ലേ പറയണത്, എസ് ഉണ്ട്, എസിൻ്റെ ഫാദർ ഉണ്ട്, ഫാദറിൻ്റെ ഫാദർ, അതാണ് എന്ത് ഫാദറിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാൻഡ് ഫാദർ ജീവിച്ച് റെപ്രസെൻ്റ് ചെയ്യും ഗ്രാൻഡ് ഫാദർ എന്നുള്ളൊരു മീനിങ്ങിൽ. ബേസിക്കലി ഫാദറിൻ്റെ ഫാദറാണ്, ഞാൻ ജി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന ഒരു ചൈൽഡ് ഉണ്ട്, അതിൻ്റെ ഫാദർ ഉണ്ട്, ഫാദറിൻ്റെ ഫാദറാണ് പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതാണ് ബേസിക് ആറാണെന്ന് പറയണ്ടല്ലോ, ഫാദർ ഉണ്ട്, ആറുണ്ട്. അപ്പോൾ ആറെന്ന് പറഞ്ഞാൽ എന്താ മെയിലായിരിക്കും, ഗ്രാൻഡ് ഫാദർ എന്നാണ് പറയുന്നത്, മെയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻസിൽ എവിടെയൊക്കെയാണോ ആറ് പോസിറ്റീവ് ആണോ നോക്കാം, അതായത് ആറിൻ്റെ ജെൻഡർ മെയിലാണോ എന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് മാത്രമേ കറക്റ്റ്, അല്ലാത്ത ഓപ്ഷൻസ് എല്ലാം റോങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് അവേ നോക്കി, ഇവിടെ ആറ് എന്താണ്, ഇവിടെ ബേസിക്കലി ഇൻറ്റു എന്നല്ലേ വന്നേക്കുന്നത്, അപ്പോൾ വൈഫ് എന്നുള്ളൊരു മീനിങ് ഇത് നെഗറ്റീവാണ് വന്നത്, കാരണം ഇവിടെ നെഗറ്റീവ് അല്ല വന്നത്, അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, ഔട്ടായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ ഡിവൈഡിൻ്റെ അപ്പുറത്താണ് വന്നേക്കുന്നത്, ഓക്കെ, അത് ഒരു ഫാദർ എന്നുള്ള റിലേഷൻഷിപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്, ഈ ഓപ്ഷൻ തൽക്കാലത്തേക്ക് ഇവിടെ നമുക്ക് ഹോൾഡിൽ വെക്കാം പിന്നെ ചെയ്യാനായിട്ട്. അടുത്ത് നമ്മൾ നോക്കുവാണ്, എഗെയിൻ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ സംഭവിക്കണം, ഓക്കെ, ഇവിടെയും പോസിറ്റീവാണ്, ജെ ഡിവൈഡഡ് ബൈ ആണ്, ഇപ്പോൾ പോസിറ്റീവാണ്, മെയിൽ തന്നെയാണ്, നമുക്കപ്പോൾ അതൊന്ന് ഹോൾഡിൽ വെക്കാം. എഗെയിൻ നമ്മൾ അടുത്ത് നോക്കി, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ സെക്കൻഡ് പാർട്ടിലുള്ള സാധനമില്ലേ, അതായത് ബിയുടെ ജെൻഡർ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജെൻഡറും പറയാൻ പറ്റില്ല ആറിൽ. അപ്പോൾ നമുക്ക് ഫോർത്ത് ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ഓപ്ഷൻസിൽ നിന്ന് ഏതാണെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ചൂസ് ചെയ്യും? നമ്മൾ ബേസിക്കലി റൈറ്റ് അവേ നമുക്കിത് പറയാൻ പറ്റും ഇതല്ല ആൻസറിന്, പക്ഷേ നമുക്ക് ഈ ഇതിൻ്റെ പടം വരച്ച് നോക്കാം. പടം ഇവിടെ ചോദിച്ചേക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എസ് ആൻഡ് ആർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എസ് മുതൽ ആറ് വരെയുള്ള ആ റിലേഷൻഷിപ്പ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതിൽ പറയണത് ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ഫസ്റ്റ്. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം എസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എസ് ജെ ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ ജെ ഇസ് ദ ഫാദർ ഓഫ് എസ് എന്നാണ് വന്നേക്കുന്നത്. ആർ ഡിവൈഡഡ് ബൈ ജെ എന്ന് പറഞ്ഞാൽ ആർ ഇസ് എ ഫാദർ ഓഫ് ജെ എന്നാണ് വന്നേക്കുന്നത്. അതായത് എന്താണ് ബേസിക്കലി വന്നത്, ഗ്രാൻഡ് ഫാദർ ആണ് വന്നേക്കുന്നത്, അതായത് പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ തന്നെയാണ് വന്നേക്കുന്നത്, പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ്. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ കുറച്ച് ഒരു ലെവൽ അവർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് അവേ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4 words have been given, out of which 3 are alike in some manner and 1 is different. Select the odd one. ഓക്കെ, ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഡിപ്രഷൻ, ഡെങ്കു, ടൈഫോയിഡ് ആൻഡ് മലേറിയ. ഇതെന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ പാത്തജൻസ് കാരണം, അതായത് മറ്റേ ബാക്ടീരിയ, വൈറസ്, പ്രോസോവൻസ്, അതൊക്കെ കാരണമായിട്ടാണ് ഡിസീസാണ് ഇത് മൂന്നും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതായിരിക്കും നമ്മുടെ എന്ത് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. ഇത് എളുപ്പമായിരുന്നു. നമുക്ക് 8th ക്വസ്റ്റ്യൻ പോകാം. 8th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, ഇതാണ് സീരീസ് തന്നേക്കുന്നത്. ഇതിൽ ഏത് നമ്പറാണ് റീപ്ലേസ്, സീരീസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വയം ട്രൈ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്വയം കിട്ടുമോ നോക്കാം, എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചെയ്യണം നോക്കിയാൽ മതി സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യമേ ഒരു സീരീസ് ആണെങ്കിൽ ഒരു ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? ഇത് 7 വന്നു, ഇത് എടുത്തപ്പോൾ എത്ര വന്നു? 95 എന്ന് പറയുമ്പോൾ +11 വന്നു. ഇത് ഡിഫറൻസ് എടുത്തപ്പോൾ എന്ന് വന്നു +13 വന്നു. ഓക്കെ, ഇത് ഡിഫറൻസ് എടുത്താൽ ഇപ്പോൾ 7, 11, 13 എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രൈം നമ്പേഴ്സ് ആകാതിരിക്കാം എന്ന് നമുക്ക് അപ്പോൾ തന്നെ ഒരു ഹിൻറ്റ് കിട്ടി. അത് നമുക്ക് നോക്കാം. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 6 എന്നത് 17 വരും. 26 + 10 36. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 19 വരും. അതായത് 136 + 9 145 + 10 155. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എത്ര വന്നു? +3. ഓക്കെ, 23 വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇതെന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സാണ്. ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്, നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സാണ്. 23 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ എത്രയാണ്? 23 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്? 23, 26, 4, 5, 6, 7, 8, 9. 29 ആണ് നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? 178 + 29 ആയിരിക്കും. 178 + 29 എന്ന് പറയുന്നത് 178 + 9 എന്ന് പറഞ്ഞാൽ 187 + 20 എന്ന് പറഞ്ഞാൽ 207. ഓക്കെ, ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ അതായത് ഈ ലോജിക്ക് ഡിഫറൻഷ്യൽ പ്രൈം നമ്പേഴ്സ് ആകാം,
ചിലപ്പോൾ അത് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആകാം, ചിലപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആകാം, അങ്ങനത്തെ ലോജിക്സ്. ചിലപ്പോൾ ക്യൂബ്സ് ആകാം, ചിലപ്പോൾ സ്ക്വയേഴ്സ് ആകാം. അങ്ങനത്തെ ലോജിക്സ് ഒക്കെ കോമൺലി നമ്പർ സീരീസിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ എക്സ്പേർട്ട് ആവണമെന്ന് വെച്ചാൽ കുറേ ലോജിക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ അതൊക്കെ ഫെമിലിയറൈസ്ഡ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്പർ സീരീസ് പോലത്തെ ചാപ്റ്റർ, നമ്പർ സീരീസ്, കോഡിങ് ഡീകോഡിംഗ് ഒക്കെ ചാപ്റ്റേഴ്സിൽ റൈറ്റ് അവേ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്യുക. അതും റെലവൻ്റ് ആയിട്ടുള്ള റീസെൻ്റ്ലി കണ്ടക്ട് ചെയ്ത TCSൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്യുക, കാരണം ആ പാറ്റേൺ ആയിരിക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 10th ക്വസ്റ്റ്യൻ. ഓക്കെ, എംബഡഡ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ ഫിഗർ ദാറ്റ് ഇസ് എംബഡഡ് ഇൻ ദ ഗിവൺ ഫിഗർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ എംബഡഡ് ആയിട്ടുള്ള ഫിഗർ ഏതാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കാം. എയിൽ നോക്കുമ്പോൾ ഓക്കെ ഈ ഒരു പാർട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ലൈൻ വന്നിട്ടുണ്ട്, അത് ഈ ഫിഗറിലില്ല. അപ്പോൾ ഇത് എംബഡഡ് അല്ല, ഇത് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രപ്പീസിയം പോലത്തെ സാധനമാണ്. ഓക്കെ, അതിവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇവിടെ ഒരു സംഭവമുണ്ട്, ഓക്കെ, ഇവിടെ ഒരു സംഭവമുണ്ട്, ഇവിടെ ഒരു സംഭവമുണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഫിഗർ എൻറ്റയർലി ഈ ഒരു ഫിഗറിൽ എംബഡഡ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ് അവേ പറയാം ഓപ്ഷൻ 2 ആയിരിക്കും ആൻസറിന്. ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. അത് പ്രത്യേകിച്ച് ട്രിക്കോ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഓപ്ഷൻ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ. ഓക്കെ, ബേസിക്കലി ഇത് എന്ത് റിലേഷൻഷിപ്പാണോ ആ അനാലജി ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ത് റിലേഷൻഷിപ്പാണോ ആ റിലേഷൻഷിപ്പുള്ള വേറെ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. L എന്ന് പറയുന്നത് O ആയി, Z എന്ന് പറഞ്ഞാൽ A ആയി. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഓപ്പോസിറ്റ് പെയർ ആണ് L Oയും Aയും Z ഉം. അപ്പോൾ ആ ഒരു ലോജിക്ക് ഇവിടെ നോക്കാം. U വേണമെങ്കിൽ എന്നിട്ടാ U എന്ന് പറഞ്ഞാൽ FU എന്നുള്ള പെയറാണല്ലോ. അപ്പോൾ F വരും ഫസ്റ്റ് ലെറ്റർ. R എന്ന് പറഞ്ഞാൽ എന്ത് വരും? IR, ഇന്ത്യൻ റെയിൽവേസ് എന്ന് നമ്മൾ പഠിച്ചില്ലേ, അതൊരു സെഷനിൽ, അതായത് സെക്കൻഡ് ഷിഫ്റ്റിലെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ അല്ല, ആ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോ ലെറ്റേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് പെയർ കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് ജസ്റ്റ് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ആറിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് പെയർ I ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് ഈസി ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺസ് ആണ്, നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ 12th ക്വസ്റ്റൻ. 4 ലെറ്റർ ക്ലസ്റ്റർ ഹാവ് ബീൻ ഗിവൺ ഔട്ട് ഓഫ് which 3 are alike in some manner and one is different. സെലക്ട് ദ ഓഡ്. ഓക്കെ, ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ AFK ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ചുമ്മാ ഇതിൻ്റെ ന്യൂമറിക്കൽ പൊസിഷൻസ് എഴുതാം. അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് റൈറ്റ് അവേ മനസ്സിലാവും. A ഉണ്ട്, 6 ഉണ്ട്, 11 ഉണ്ട്. ഓക്കെ, ഇത് തമ്മിൽ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 6 ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 1ഉം 11ഉം തന്നിട്ടുണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യപ്പോൾ വന്നു 12 വന്നു. ഓക്കെ, 12ൻ്റെ പകുതിയാണല്ലോ 6 ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ലോജിക്കാണെന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റാണെന്ന് അസ്യൂം ചെയ്ത് നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. Bയുടെ 2 വന്നു, ഇത് 7 വന്നു, ഇത് 12 വന്നു. ഓക്കെ, എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ 14 വരും. 14ൻ്റെ പകുതിയാണ് നടുക്ക് എഴുതി വെച്ചേക്കുന്നത്. ആ ഒരു ലോജിക്ക് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്താൽ P എന്ന് പറഞ്ഞാൽ 16 വരും, U എന്ന് പറഞ്ഞാൽ 21 വരും, Z എന്ന് പറഞ്ഞാൽ 26 വരും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ എത്രയാണ്? 16 + 26 എന്ന് പറഞ്ഞാൽ 42 വരും. 42 വരും, അതിൻ്റെ പകുതിയാണ് ഇവിടെ എഴുതി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ലോജിക്ക്. ഈ ലോജിക്കാണ് എല്ലായിടത്തും ഫോളോ ചെയ്തേക്കണം നോക്കാം. Nഉം Sഉം W ആണെങ്കിൽ 14, 19, 23 എന്ന് വരും. അഗെയിൻ ഇത് ആഡ് ചെയ്യുമ്പോൾ 27, 37 എന്ന് വന്നു. 37ൻ്റെ പകുതിയാണോ? അല്ല. അപ്പോൾ ഈ ഒരു ഇതാണ് മറ്റേ ഓഡ് വൺ ഔട്ട് ആയിട്ടിരിക്കുന്നത്. നമ്മൾ മുന്നേ ഉള്ള ഓപ്ഷൻസിൽ ഫോളോ ചെയ്ത ലോജിക്ക് ഫോളോ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബേസിക്കലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ടാകും. ഈ എയ്തർ ഒരു +2 റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് നമ്മൾ ആഡ് ചെയ്യപ്പോൾ ഇതായിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ ഫെമിലിയർ ആയിക്കോളും. അപ്പോൾ റൈറ്റ് അവേ എനിക്ക് കിട്ടിയത് നിങ്ങൾ കുറേ ട്രൈ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ റൈറ്റ് അവേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ ഗിവൺ വെൻ ഡയഗ്രാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് ഡോട്ടേഴ്സ്. അപ്പോൾ ഈ വെൻ ഡയഗ്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് ഈ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രാം കാണിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് ഡോട്ടേഴ്സ്. അപ്പോൾ ഞാൻ ഒരു സർക്കിൾ മദറിനെ വിളിച്ചു, സെക്കൻഡ് സർക്കിൾ സിസ്റ്ററിന് വിളിച്ചു, തേർഡ് സർക്കിൾ ഡോട്ടറിന് വിളിച്ചു. ഓക്കെ, മദർ, സിസ്റ്റർ, ഡോട്ടർ. അപ്പോൾ നമ്മളിത് ഇതെങ്ങനെ കറക്റ്റാണ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആണോ എന്ന് ഓപ്ഷൻ എലിമിനേഷൻ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇപ്പം ഇതിൻ്റെ മീനിങ് എന്താ? സം മദേഴ്സ് ആർ, ഇത് സിസ്റ്റേഴ്സ് അല്ലേ, സം മദേഴ്സ് ആർ സിസ്റ്റേഴ്സ് ആണ് ഈ ഒരു പാർട്ട്, ആ ഓവർലാപ്പ് കാണിക്കുന്നത്. അപ്പോൾ സം മദേഴ്സ് ആർ സിസ്റ്റേഴ്സ് ഒബ്വിയസ്ലി. ഇപ്പോൾ ഒരു മദറിന് ഒരു ബ്രദർ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഷീസ് എ സിസ്റ്റർ ആയിട്ട്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നോക്കണം. ഈ ഒരു ഭാഗം നോക്കാൻ നമുക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ
മദേഴ്സ് ഹു ആർ നോട്ട് സിസ്റ്റേഴ്സ് നോർ ബ്രദേഴ്സ് നോർ ഡോട്ടേഴ്സ്. അതായത് ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ മദേഴ്സ് ഹു ആർ നോട്ട് ഡോട്ടേഴ്സ് ആസ് വെൽ ആസ് നോട്ട് സിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണോ? മദേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മദർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഷീസ് ഡോട്ടർ ഓഫ് സമ്മൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് പറയാം ഈ ഒരു പാട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, അത് നമുക്ക് അപ്പോൾ തന്നെ പറയാൻ പറ്റും. കാരണം ഡോട്ടർ എന്ന് പറഞ്ഞാൽ എൻകംപസ് ചെയ്യണം, മദർ എന്ന് പറഞ്ഞാൽ വിൽ ഓൾവേസ് ബി സമൺസ് ഡോട്ടർ. അപ്പോൾ അതല്ലാത്തൊരു കേസ് എക്സ്ക്ലൂസീവ്, ഡോട്ടറിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കേസ് മദറിൻ്റെ കേസിൽ വരില്ല. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രം എങ്ങനെയായിരിക്കും? മദർ ഇത് ഓക്കെ, മദർ സെക്കൻഡ് സിസ്റ്റേഴ്സ് ഓക്കെ, സം മദേഴ്സ് ക്യാൻ ബി സിസ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ എന്നിട്ട് ആ ചൈൽഡ് ഒരു മദർ ആവുകയാണെങ്കിൽ ഷീ ഈസ് നോട്ട് എ സിസ്റ്റർ ഓഫ് സമൺ, റൈറ്റ്? ഷീ ഈസ് സിസ്റ്റർ ബൈ ഹെർ സെൽഫ്, ഷീ ഈസ് എ ചൈൽഡ് ബൈ ഹെർ സെൽഫ്, സോ ഷീ ഈസ് നോട്ട് എ സമൺ സിസ്റ്റർ. അപ്പോൾ നമുക്ക് ആ ഒരു കേസ് വരും. ആ ഒരു കേസാണ് നമുക്ക് ഇവിടെ മദേഴ്സ് ഹു ആർ നോട്ട് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സിസ്റ്റേഴ്സ് നോട്ട് എവറി വൺ ബിക്കംസ് മദർ, റൈറ്റ്? എല്ലാവരും പ്രഗ്നൻ്റ് ഒരു ചൈൽഡിനെ ബർത്ത് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട് ഹു ആർ നോട്ട് മദേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് ഡോട്ടറിൻ്റെ കേസിൽ മദറും സിസ്റ്ററും ദേ വിൽ ഓൾവേസ് ബി സംവൺസ് ഡോട്ടർ, റൈറ്റ്? അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ടർ എന്ന് പറഞ്ഞ വെൻ ഡയഗ്രം ഇത് എവ്രി വൺ ഇൻക്ലൂഡ് ചെയ്യണം. സിസ്റ്റേഴ്സും മദേഴ്സും ഒബ്വിയസ്ലി ഡോട്ടേഴ്സ് ആയിരിക്കും സമൺസ്. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ഫിഗറിൻ്റെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രം. നമുക്ക് സെക്കൻഡ് ഫിഗറിൻ്റെ നോക്കാം. സെക്കൻഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ മദർ, ഫീമെയിൽ ആൻഡ് ഓൺസ് ആണ്. അപ്പോൾ മദേഴ്സ് എന്താ? മദേഴ്സിനെ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, മദേഴ്സ്, മദർ എം വെച്ച് ചെയ്യാം. ഫീമെയിലാണ് നെക്സ്റ്റ്. ഫീമെയിൽ എന്ന് പറയുന്നത് ഓൾ മദേഴ്സ് ആർ ഫീമെയിൽസ്. അപ്പോൾ നമുക്ക് ഫീമെയിലെ ഒരു ബിഗർ സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓൺസ് എന്ന് പറയുന്നത് മറ്റേ ഓൺസ് ആണ് ബേസിക്കലി ഓൺസ് ക്യാൻ ബി മദേഴ്സ് ആസ് വെൽ, മദേഴ്സ് ആവാതുണ്ട്. ഓൺസ് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഫാദേഴ്സ് സിസ്റ്റർ അല്ലെങ്കിൽ മദേഴ്സ് സിസ്റ്റർ അവരൊക്കെയാണ് നമ്മുടെ ഓൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒബ്വിയസ് നമ്മുടെ ഓൺസ് എന്ന് പറഞ്ഞാൽ കുറേ പേര് മദേഴ്സാണ്. ചിലവർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാത്തതും, അതായത് ലൈക്ക് ഒരു കുട്ടിയില്ലാത്ത ഓൺസും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് ഓൺസ് എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ കോമൺ ഓൺസ് ഹു ആർ മദേഴ്സ് എന്നുള്ള കേസ് വരും. ഇതെന്ന് പറഞ്ഞാൽ ഓൺസ് ഹു ഹാവ് നോട്ട് യെറ്റ് ബിക്കം മദേഴ്സ് ഹു ആർ നോട്ട് മദേഴ്സ്, അങ്ങനത്തെ ആൻസും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ഇവർ രണ്ടുപേരും എന്താണ്? ദേ ആർ ഓൾ ഫീമെയിൽസ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ഫിഗറാണ് സെക്കൻഡ് ഓപ്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. സിമിലർലി നമുക്ക് തേർഡ് ഓപ്ഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അക്കൗണ്ടൻസ്, ലിറ്ററേറ്റ്സ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. അക്കൗണ്ടൻസിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. അക്കൗണ്ടൻസ്, ലിറ്ററേറ്റ്സ് എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയാവുന്നവർ. അപ്പോൾ സം ലിറ്ററേറ്റ്സ് അക്കൗണ്ടൻസ് ആണ് അല്ലേ? വായിക്കാൻ അറിയാവുന്ന ചിലവർ അക്കൗണ്ടൻസ് ആണ്. ചിലവർ അക്കൗണ്ടൻസ് അല്ല, കാരണം എഞ്ചിനീയേഴ്സ് അക്കൗണ്ടൻസ് അല്ലല്ലോ, അവർക്ക് അവരുടെ ഇത് അക്കൗണ്ടൻസിൻ്റെ പണി അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ലിറ്ററേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലവർ എന്തുകൊണ്ടാണ് ചില ലിറ്ററേറ്റ്സ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ നമ്മുടെ തേർഡ് ഫിഗർ ഉണ്ട് ഹ്യൂമൻ ബീങ്സ് ആണ്. എന്നാൽ ലിറ്ററേറ്റ്സും അക്കൗണ്ടൻസും ദേ ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ നമുക്ക് എഗെയിൻ നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹ്യൂമൻ ബീങ്സ് എന്ന് വരും. നമ്മുടെ തേർഡ് ഫിഗറും ഇതാണ് പറയണത്. നമുക്കിന്നത് ഫോർത്ത് ഫിഗറിലോട്ട് പോവാം. ഫോർത്ത് ഫിഗർ എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ആൻഡ് നേഴ്സസ്. അതായത് ഫാദേഴ്സ് നമുക്കൊരു സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. നേഴ്സസ് ആണ് ഒബ്വിയസ്ലി ഇങ്ങനെ വരും, നേഴ്സസ്, റൈറ്റ്? അതായത് സം നേഴ്സസ് എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ആയിരിക്കും, ചില നേഴ്സസ് പറഞ്ഞാൽ ഫാദേഴ്സ് അല്ലായിരിക്കും, ഒരു മദേഴ്സ് ആയിരിക്കാം, മേ ബി അൺമാരീഡ് ആയിട്ടുള്ള നേഴ്സസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ഭാഗമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫാദേഴ്സ്, നേഴ്സസ് അല്ലാത്ത ഫാദേഴ്സും ഉണ്ടാവില്ല, എഞ്ചിനീയേഴ്സ് ആയ ഫാദേഴ്സ് ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ളവർ നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യും. ഇത് കോമൺ ആയിട്ട് ഫാദേഴ്സ് ഹു ആർ നേഴ്സസ് എന്ന് പറഞ്ഞൊരു കേസ്. എന്നിട്ട് നമ്മൾ തേർഡ് എന്ന് പറഞ്ഞാൽ മെയിൽസ് ആണ്. ഒബ്വിയസ്ലി മെയിൽസ് എന്ന് പറയുന്നത് ഫാദേഴ്സ് എല്ലാവരും മെയിൽസ് ആണ്. അടുത്തത് നേഴ്സസ് എല്ലാവരും മെയിൽസ് ആവോ? ഇല്ല, ചിലവർ ഫീമെയിൽസ് ഉണ്ട് നേഴ്സസിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇത് മെയിൽസിൻ്റെ കമ്പസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മെയിൽസ്, സം നേഴ്സസ് ആർ മെയിൽ, സം അതർ ദാൻ മെയിൽ, അത് ഫീമെയിൽ ആകാം. അതാണ് കോമൺ. ഫാദേഴ്സ് ലൈക്ക് നേഴ്സസ് ഹു ആർ ഫാദേഴ്സ് ആൻഡ് മെയിൽസ്, അതാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഈ 4 ഓപ്ഷൻസിൻ്റെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രംസ്. ഹവവർ എന്താണ്? ഹവവർ നമ്മൾ ഈ ഒരു ഓപ്ഷൻസിൽ എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഓപ്ഷൻസും ഫിഗറും ആണ്. പക്ഷേ ഈ ഓപ്ഷൻസ് ഒന്നും ഈ കറസ്പോണ്ടിങ് ഫിഗറിനെ
മാപ്പ് ആവുന്നില്ല. ഇതിൻ്റെ ഈ വെൻ ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതായത് ക്വസ്റ്റ്യനൊരു കണ്ടൻഷന് പോയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ അത് എൻറ്റയർലി ഡിസ്കസ് ചെയ്തതെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ല. ഇതിൽ ഓരോ ഓപ്ഷനും മാച്ച് ആവുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what in the question എന്ന് പറഞ്ഞാൽ if the following interchanges are made in the signs and numbers which equation would be correct. ഓക്കെ, ബേസിക്കലി രണ്ട് നമ്പേഴ്സും രണ്ട് സൈൻസും അങ്ങോട്ട് ഈ താഴെ തരുന്ന ഓപ്ഷൻസിലുള്ള ഇക്വേഷൻസിൽ നമ്മൾ സൈൻസും നമ്പേഴ്സും ചേഞ്ച് ചെയ്യണം. ഏതൊക്കെ സൈനാണ് മാറ്റണം? ഡിവൈഡ് മൈനസും ചേഞ്ച് ചെയ്യേണ്ടത്, 15 5 ചേഞ്ച് ചെയ്യേണ്ടത്. അതിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും അങ്ങനെ വന്നാൽ കറക്റ്റ് എന്നാണ് ചോദിക്കണം. പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് റൈറ്റ് അവേ ഓപ്ഷൻസ് സോൾവ് ചെയ്യാൻ മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ 4 × 30 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ മൈനസ് എന്തായെന്ന് പറയുന്നത് ഡിവൈഡ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞു. 15 എന്തായെന്നാണ് പറയുന്നത്? 5 ആയി എന്നാണ് പറയുന്നത്. 5 വന്നു. ഡിവൈഡ് എന്തായെന്ന് പറഞ്ഞാൽ മൈനസ് ആയി എന്നാണ് പറയുന്നത്. 5 എന്തായെന്ന് പറഞ്ഞാൽ 15 എന്തായി എന്നാണ് പറയുന്നത്. പിന്നെ പ്ലസ് 12 എന്ന് വന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ 21 കിട്ടണ്ടോ നോക്കണം. 21 കിട്ടണ്ടോ? ഇതെന്ന് പറയുമ്പോൾ ഇത് ഡിവൈഡ് സിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡ് ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് 6 വന്നു. അപ്പോൾ ഇത് 24 വന്നു. 24 - 15 + 12 ആണ്. അതെന്താണ്? 24 എന്ന് പറയുമ്പോൾ ഇത് 9 വരും, പ്ലസ് 12 എന്ന് വരും, അതായത് 21 എന്ന് വരും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റായി. അതേസമയം നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ചെയ്ത് നോക്കുക, തേർഡ് ചെയ്യുക, ഫോർത്ത് ചെയ്യുക. പിന്നെ ഇതിൽ ചെയ്യാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പാർട്ട് ഇതിലെല്ലാം കോമൺ അല്ലേ, ഇത്രയും പാർട്ട്. അപ്പോൾ റൈറ്റ് അവേ ഇത്രയും ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഇത്രയും ഇത് കോമൺ അല്ല, ഇത് രണ്ടിലും അത്രയും പാർട്ട് കോമൺ അല്ലേ. അപ്പോൾ നമുക്ക് റൈറ്റ് അവേ അത് ചെയ്യാം. പിന്നെ എഗെയിൻ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവേഴ്സാണ് ഈ സംഭവം. അല്ല ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇൻഡിവിജ്വലി ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡിവിജ്വലി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കോമൺ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കാൽക്കുലേഷൻ വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾറെഡി ചെയ്താണല്ലോ അത് യൂസ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെയാണ് ഇതൊന്ന് ഫാസ്റ്റ് ആക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് 15th question again ഒരു decoding question ആണ്. In a certain code language tender is coded as, okay, how will request be coded in that language? Okay, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കണം നമ്മുടെ വേർഡും തന്നിരിക്കുന്ന കോഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന്. ഓക്കെ, റൈറ്റ് അവേ നോക്കുമ്പോഴത്തേക്കും ടി മാപ്പ് ചെയ്തേക്കണം എന്താ 1ലോട്ടോ 18ലോട്ടോ ആണ് മാപ്പ് ചെയ്തേക്കണം. അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ന്യൂമറിക്കൽ പൊസിഷൻസ് നമ്മുടെ മൈൻഡിൽ ടീന്ന് കാണാൻ 20 ആണെന്നുള്ളത് റൈറ്റ് അവേ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിപ്പോൾ എനിക്ക് റൈറ്റ് അവേ കാണാൻ പറ്റിയ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന്. ടിയുടെ കറസ്പോണ്ടിങ് എന്തുട്ടാ 20 ആണ്. 20 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇയുടെ കറസ്പോണ്ടിങ് എന്തുട്ടാണ് 5 ആണ്. 5 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ലെറ്റേഴ്സിൻ്റെ മാപ്പ് ചെയ്തേക്കുന്നത് അവസാനത്തിലോട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അതായത് ടെൻഡർ എന്നുള്ളത് മാപ്പിംഗ് വന്നേക്കുന്നത് ഇങ്ങനെ മാപ്പിംഗ് വന്നേക്കുന്നത് ഫസ്റ്റ് ലാസ്റ്റാണ് മാപ്പിംഗ് വന്നേക്കുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ലെറ്റേഴ്സ് ടു ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ 6ൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എന്താ 18 ആണ്. അതാണ് 18 മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബേസിക്കലി അങ്ങനെ ഒരു ക്രോസ് കോഡിങ് നടന്നിട്ടുള്ളത്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ റിക്വസ്റ്റൻറ്റിൻ്റെ കണ്ടുപിടിക്കണം. റിക്വസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ഫസ്റ്റ് റിക്വസ്റ്റിൻ്റെ കറസ്പോണ്ടിങ് കോഡിൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെറ്ററിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ത് വന്നു? 4 വന്നു. അതിൻ്റെ ഇ ആണ് 5. അത് കഴിഞ്ഞിട്ട് 20 വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. 4 5 20 വന്നു. 4 5 20 ഇവിടെ വന്നിട്ടുണ്ട്, 4 5 20 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതിൻ്റെ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 20 കഴിഞ്ഞിട്ട് റിക്വസ്റ്റഡ് എസ് അല്ലേ വന്നേക്കണം. അപ്പോൾ 19 വരും. അപ്പോൾ 19 വന്നേക്കണം ഇവിടെയാണ്. ഇവിടെ 3 ആണ് വന്നേക്കണം. അപ്പോൾ ഇതല്ല ആൻസർ. ഓപ്ഷൻ 4 ആണ് റൈറ്റ് അവേ ആൻസർ. ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫർദർ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ല, അത് ജസ്റ്റ് ക്രോസ് കോഡിങ് ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 16th question എന്ന് പറയുമ്പോൾ 4 numbers pairs have been given, out of which 3 are alike in some manner and 1 is different. Select the number pair that is different from the rest. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ തന്നെ റൈറ്റ് അവേ മനസ്സിലാവും. 7ൻ്റെ ക്യൂബാണ് 343. 12ൻ്റെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 12ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1728 അല്ലേ. 1728 ആണ്. പക്ഷേ ഇവിടെ 1757 ആണ് വന്നേക്കണം. 11ൻ്റെ ക്യൂബാണ് 1331. 3യുടെ ക്യൂബാണ് 27. അപ്പോൾ ഒബിയസ്ലി നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. അത് നമ്മളത് ക്യൂബ്സും, അതായത് ഇപ്പോൾ നമ്മൾ ലീസ്റ്റ് 12 വരെയുള്ള ക്യൂബ്സ് എങ്കിലും ഫെമിലിയർ ആയിട്ട് ഇരിക്കണം. നമ്മൾ റൈറ്റ് അവേ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ക്യൂബ്സ് ആണെന്ന്. കാരണം ക്യൂബ്സിൻ്റെ ബേസിസിൽ മറ്റേ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ അറിയണമെങ്കിൽ നമ്മൾ ആ നമ്പേഴ്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 12 വരെയുള്ള ക്യൂബ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ അതൊക്കെ ഫെമിലിയർ ആയിക്കാനും പിന്നെ അടുത്തതിലോട്ട് പോയിക്കോ.
12 പഠിക്കണം, 21 ഒക്കെ പഠിക്കണം. അത് മാത്സിന് വേണ്ടിയാണ്, എന്നാലും പറഞ്ഞോളൂ. അടുത്ത 17th ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്യൂബ് ഇസ് മെയ്ഡ് ബൈ ഫോൾഡിങ് ദ ഗിവൺ ഷീറ്റ്. ദ ക്യൂബ്സ് ഓഫ് ഫൗണ്ട് വിച്ച് വൺ ഷോയിങ് ഫൈൻ. ഓക്കെ, ഇത് മറ്റേ ഓപ്പൺ ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ചെയ്തോന്ന് ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് ആയിട്ട് വന്ന ഫേസസ് അല്ലേ, അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഫേസ് ആയിട്ട് വരും. അതായത് നമ്മൾ 1നെ വെച്ചിട്ട് നമ്മളിത് 1നെ ബേസ് ആയിട്ട് വെച്ച് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണ് 6ഉം 4ഉം ഓപ്പോസിറ്റ് പേഴ്സ് അല്ലായിരിക്കും. അതിൻ്റെ ഒരു ട്രിക്കാണ്. റൈറ്റ് അവേ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓൾട്ടർനേറ്റ് ആയിട്ട് വന്ന ഫേസസ് എന്ന് പറഞ്ഞാലല്ലേ അവർ ഓപ്പോസിറ്റ് പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 6ൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? 4 വരും. 2ൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? 3 വരും. അപ്പോൾ ഈ രണ്ട് സംഭവം മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്താ? 1ഉം 5ഉമാണ് പിന്നെ ബാക്കിയുള്ളത്. ഒബ്വിയസ്ലി ബാക്കിയുള്ള രണ്ട് ഫേസ് ഓപ്പോസിറ്റ് ഫെയർസ് ആയി ബാക്കിയുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഓപ്പോസിറ്റ് ഫെയർ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ക്ലോസ്ഡ് ഡൈസ് ആണെങ്കിൽ. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എന്തൊരു 1ഉം 5ഉം ഓപ്പോസിറ്റ് ഫെയർ ആയിരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇത് 1 ഷോയിങ് 5 ആണ്, അത് 1 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഇത് ക്ലിയർ ആയെന്ന് വെച്ചിരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Select the letter cluster that can replace a question mark in the following series. ഓക്കെ, ഇത് ലെറ്റർ സീരീസ് ആണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലെറ്റേഴ്സുള്ള എന്താ എങ്ങനെയാണ് ചേഞ്ച് ആയെന്ന് നോക്കിയാൽ മതി. ഇ എന്ന് പറയുന്നത് 5 ആണ്, 7 ആണ്, +2 ആയി. എഗെയിൻ ഇവിടെ +2 വന്നു, ഇവിടെ +2 വന്നു. അടുത്ത ടേം കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒബ്വിയസ്ലി +2 ആയിരിക്കും. അതായത് എം വരും. കെ എന്ന് പറഞ്ഞാൽ 11, +2 ചെയ്യുമ്പോൾ 13 വരും. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എം ആയിരിക്കും. നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ UVT. അപ്പോൾ സെക്കൻഡ് ലെറ്ററും കൂടി കണ്ടുപിടിച്ചാൽ മതി ആൻസർ കണ്ടുപിടിക്കാം. കാരണം ഓപ്ഷൻസിലെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെറ്റർ കണ്ടുപിടിക്കാം. ക്യൂ എന്ന് പറഞ്ഞാൽ +1 ആണെങ്കിൽ 6 വരും. 6 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പറാണ് എസ്. അപ്പോൾ ടി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ ആയിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ യു ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. റൈറ്റ് അവേ ചെയ്തിട്ട് പോകും, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ 19th ക്വസ്റ്റ്യൻ. an amount maths question ആണിത്. ഓക്കെ, an amount of rupees 504 is to be divided among 3 persons A, B, C in the ratio. ഓക്കെ, ഒരു particular ratio എന്നുണ്ട്. ഹൗ മച്ച് ആണ്? ഓക്കെ, ഇത് റേഷ്യോയുടെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് amount will B and C receive in the total എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ 504 ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ റേഷ്യോ എല്ലാതും റേഷ്യോ തന്നുണ്ട്, A, B, C റേഷ്യോ തന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്തേക്കണം. നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് റേഷ്യോ എടുക്കും, നെറ്റ് സം ഓഫ് റേഷ്യോസ് എടുക്കും. അതായത് 1524 എന്ന് വരും. ഈ 24 യൂണിറ്റ്സ് പറഞ്ഞാൽ ബേസിക്കലി ഈക്വൽ ടു 504 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വരും 504 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. നമ്മളോട് ചോദിച്ചത് ഹൗ മച്ച് എമൗണ്ട് ബി ആൻഡ് സി റിസീവ് എന്നല്ലേ. ബി ആൻഡ് സി ടുഗെദർ എത്ര യൂണിറ്റ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്? 8 + 9 17 യൂണിറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഇത്രയാണെങ്കിൽ 17 യൂണിറ്റ്സ് എത്രയായിരിക്കും? 504 ബൈ 24 ഇൻറ്റു 17 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 504 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 17 ആണ് വന്നത്. 24 ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 വെച്ച് ചെയ്യുമ്പോൾ ഇത് 8 വരും. 3 വെച്ച് ചെയ്യുമ്പോൾ 1 വരും, 2 വരും, 6 വരും. ഓക്കെ, 168 വന്നു. പിന്നെ 8 വെച്ച് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ 21 എന്ന് വരും. ഓക്കെ, 21 ഇൻറ്റു 17 ആണ് നമ്മുടെ ആൻസർ. 7 വരും. 7 ലാസ്റ്റ് വന്ന ലെറ്റേഴ്സ്. അപ്പോൾ ഇത് രണ്ടും അല്ല ഓപ്ഷൻസ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും. അതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. 7, അപ്പോൾ 1, 14, 15 വരും. 5 വന്നേക്കണം. ഏതൊക്കെ? ഓപ്ഷൻ 4 ആണ് ആൻസർ. 1, 3 ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ കാൽക്കുലേഷൻ പെട്ടെന്ന് നമ്മൾ ഗസ് ചെയ്യാൻ പഠിക്കണം. അഗൈൻ ഈ ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ നിങ്ങൾ മാത്സിൽ അത് പഠിക്കുന്നതാണ് ഈ ഓപ്ഷൻ എലിമിനേഷൻ. ഇപ്പോൾ 17 ഇൻറ്റു 21 ആണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റ് അഡീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ലോജിക്ക് വെച്ചത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട. ഓക്കെ, അത് നിങ്ങൾ മാത്സിൽ എന്തായാലും പഠിക്കണമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20 എന്ന് പറഞ്ഞാൽ ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് നമ്പർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് നമ്പർ ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണോ ആ സെയിം റിലേഷൻഷിപ്പ് ഇവിടെ നിന്ന് നമ്പർ കണ്ടുപിടിക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതങ്ങനെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ചെറിയ നമ്പർ, ഇതൊരു വലിയ നമ്പറാണ്. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ലോജിക്കും ഒരു സ്ക്വയർ ലോജിക്കും ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടിപ്ലിക്കേഷൻ ലോജിക്ക് നോക്കാം. 88 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 320 വരും. 320 പ്ലസ് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെയുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് 88 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 88 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 240 പ്ലസ് 24 എന്ന് വരും. അതായത് 264 എന്ന് വരും. ഓക്കെ, 264 വരും. 264 പ്ലസ് എത്ര ചെയ്താലാണ് 308 കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ എത്ര വരും? 308 കിട്ടണമെങ്കിൽ ആദ്യമേ 4 ചെയ്യുമ്പോൾ 68 ആയി, പിന്നെ ഒരു 40 ചെയ്യുമ്പോൾ 308 ആയി. നമ്മൾ നോക്കുമ്പോഴത്തേക്കും റൈറ്റ് അവേ നമുക്കൊരു ഇത് കത്താൻ തുടങ്ങി. 44 ആണ് വന്നത്. അത് 88ൻ്റെ പകുതിയാണ്. ഓക്കെ, ആ സെയിം ലോജിക്ക് ആയിരിക്കാം ഇവിടെ യൂസ് ചെയ്തേക്കണം നമുക്ക് നോക്കാം. അപ്പോൾ 126ന് എന്ത് ചെയ്യണം? 126ൻ്റെ അഗെയിൻ നമ്മൾ 3 ടൈംസ് എടുക്കണം.
ഓക്കെ 3 ടൈംസ് എടുക്കുമ്പോൾ എത്ര വരും, അത് പ്ലസ് അതിൻ്റെ ഹാഫ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ കിട്ടുമെന്ന് നോക്കാം. 126 × 3 എന്ന് പറയുന്നത് 120 × 3 എന്ന് പറഞ്ഞാൽ 360 വരും. പിന്നെ 6 × 3 എന്ന് പറയുമ്പോൾ 18 വരും. അപ്പോൾ 378 എന്ന് വരും. ഓക്കെ പ്ലസ് നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ 88ൻ്റെ പകുതിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ 126ൻ്റെ പകുതി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 126ൻ്റെ പകുതി എത്രയാണ്, 63 അല്ലേ, 63 ആണ്. ഓക്കെ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 381 വരും. 3 ആഡ് ചെയ്യുമ്പോൾ പിന്നെ 441 വരും. ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 441 ആയിരിക്കും. ഓക്കെ ഇൻസ്റ്റഡ് ഇത് കോമൺ ആയിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കണ ലോജിക്കാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൽ വേറൊരു ലോജിക്കും ചോദിക്കും. അതായത് ഇപ്പോൾ നമ്മൾ താഴെയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി, അത് ഹാഫല്ല ആഡ് ചെയ്തത്. നേരെ തിരിച്ചിപ്പോൾ 88 × 4 -44 എന്നുള്ള ആ ഒരു ലോജിക്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ വേറെ നമ്പർ ആയിരിക്കും ഒബ്വിയസ്ലി വന്നത്. എന്നിരുന്നാലും ഈ സെയിം ഈ ലോജിക്കും ഇവിടെ വരാറുണ്ട്. നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഹാഫ് കുറക്കുക, അങ്ങനെയൊക്കെ ലോജിക്സ് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാമല്ലോ ഈസി. അപ്പോൾ ഇതും ഇതിന് കറസ്പോണ്ടിങ് കോഡ് വേറെയാവും. അത് 126 × 4 മൈനസ് അതിൻ്റെ ഹാഫ് എന്നുള്ള വരും. ഇവിടെ പ്ലസ് ഹാഫ് × 3 പ്ലസ് ഹാഫ് ആണെങ്കിൽ അവിടെ മൈനസ്, അങ്ങനെയൊക്കെ ലോജിക്ക് വരും. അത് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതുപോലത്തെ ലോജിക്സ് ഒക്കെ എൻകൗണ്ടർ ചെയ്യും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ 21st ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഇൻ ദ ഗിവൻ സെറ്റ്. ഓക്കെ ഈ പർട്ടിക്കുലർ സെറ്റ്സിലുള്ള ആ സെയിം റിലേഷനുള്ള വേറെ സെറ്റ് നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുപോലത്തെ ക്വസ്റ്റ്യനാണ് ഈ റിലേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കണം ഈ നമ്പേഴ്സ് തമ്മിൽ. അപ്പോൾ ഒരു ചെറിയ നമ്പർ ഉണ്ട്, പിന്നെ ഒരു വലിയ നമ്പർ ഉണ്ട്, പിന്നെ ഒരു ഈ നമ്പർ ഉണ്ട്. അപ്പോൾ 331 കണ്ട് 331 പ്ലസ് എന്ത് ചെയ്താലാണ് 556 വന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയും ഇത് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും 331 കുറക്കുവാണെങ്കിൽ 5 വരും, 2 വരും, 2 വരും. ഓക്കെ 225 എന്നാണ് വന്നത് അല്ലേ, 225 ആണ് വന്നത്. 225 എന്ന് പറയുന്നത് എന്താ, 15ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 331ഉം 15ൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ നമുക്ക് നടുക്കത്തെ നമ്പർ കിട്ടുമെന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ആ ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. 331 പ്ലസ് 15 സ്ക്വയർ ആണ് 556 കിട്ടിയത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കിട്ടിയതാണ് മീനിങ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്, 78 പ്ലസ് 81 ചെയ്താൽ 159 കിട്ടാം. അല്ലെങ്കിൽ 159 മൈനസ് 78 ചെയ്യുമ്പോൾ 9ൻ്റെ സ്ക്വയർ ആണോ കിട്ടണമെന്ന് നോക്കിയാലും മതി. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും ചെയ്യാം. 159 മൈനസ് 81 ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും, ഇവിടെ 8 കിട്ടും അല്ലേ, സോറി 81 അല്ല 78. ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ കിട്ടുമെന്ന് നോക്കിയാൽ മതി. 78 1 വരും, 17 എന്ന് പറയുമ്പോൾ 18 വരും. ഓക്കെ ഒബ്വിയസ്ലി അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ലോജിക്ക് പെട്ടെന്ന് റൈറ്റ് അവേ ഓപ്ഷൻസിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 22nd ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ബീങ്സ് ഇസ് റിലേറ്റഡ് ടു മാമൽസ് ഇൻ ദ സെയിം വേ സ്നേക്ക് ഇസ് റിലേറ്റഡ് ടു. ഓക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എന്താ, മാമൽസ് ആണ്, മാമറി ഗ്ലാൻസ് ഉള്ള ആനിമൽസ് ആണ് അല്ല. അപ്പോൾ സ്നേക്സ് എന്ന് പറയുന്നത് റെപ്റ്റൈൽസ് ആണ്. ഓക്കെ അത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ അടുത്തതെന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഫിഗർ ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഫിഗർ സീരീസ്. ഓക്കെ ബേസിക്കലി ഒരു ഫിഗർ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഫിഗറും കമ്പയർ ചെയ്യാം. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിച്ചാണ്, അതായത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സാധനം ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോയി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു മിറർ ഇമേജ് ആണ് സംഭവിച്ചേക്കണമെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ മിറർ ഇമേജ് ആണ് ഇങ്ങോട്ട് പോയേക്കണം. അപ്പോൾ ഫിഗർ സീരീസ് ഇതും റിലേറ്റഡ് ആവണമെന്നില്ല, റൈറ്റ് അവേ എന്താ. അപ്പോൾ ഇതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കണം ഇത് വന്നത്. അതായത് ഫസ്റ്റിൻ്റെ മിറർ ഇമേജ് ആണ് സെക്കൻഡ്, തേർഡിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഫോർത്ത് വന്നത്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും, ഇത് ഇവിടെ തന്നെ വരും ഇങ്ങനെ. ഓക്കെ പിന്നെ ഈ സാധനം ലെഫ്റ്റിലുള്ള സാധനം റൈറ്റിൽ വരും, അപ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ലെഫ്റ്റിലുള്ള സാധനം ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് എവിടെയാണെന്ന് നോക്കണം. ഓക്കെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ബേസിക്കലി ഈ ഫിഗർ സീരീസിൽ വന്നത് ഒന്നല്ലെങ്കിൽ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അല്ലെങ്കിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അല്ലെങ്കിൽ ഒരു പൊസിഷണൽ ജമ്പ്, അല്ലെങ്കിൽ മിറർ ഇമേജ്, അല്ലെങ്കിൽ വാട്ടർ ഇമേജ് വരില്ല, മിറർ ഇമേജ്. അതാണ് ബേസിക് ലോജിക്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അപ്പുറം ഒന്നും വരാറില്ല. അപ്പോൾ നമ്മളിത് പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫെമിലിയറൈസ് ചെയ്യപ്പോഴാണ് നമ്മളത് റൈറ്റ് അവേ ഒരു ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ആ കുറേ ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണ്ട, പക്ഷേ ഓരോ പേപ്പേഴ്സും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ലോജിക്സ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. 24th ക്വസ്റ്റ്യൻ. 21st സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് depicts how the given transparent sheet of paper would appear
if it is folded as a dotted line. Okay. ഈ ഡോട്ടഡ് ഫോൾഡിങ് അൺഫോൾഡിങ്ങിൻ്റെയും ലോജിക്കും ഈ മിറർ ഇമേജിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച ഫോൾഡ് ചെയ്യുകയാണെങ്കിലല്ലേ ഈ ഒരു ഇമേജിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഈ ഫോൾഡ് ചെയ്ത സ്ഥലത്ത് വന്നത്. അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റൈറ്റ് അവേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഇപ്പോൾ ഇത് മിറർ ഇമേജ് ആയിട്ട് വെച്ചെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് ഇങ്ങനെ വരും, ഇതെന്ന് പറഞ്ഞാൽ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനത്തെ ഒരു ഫിഗർ ആയിരിക്കും. പിന്നെ ഈ സാധനം ഇവിടെ ഒന്നും ഇല്ലാത്ത പറഞ്ഞാൽ ഇതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അതാണ് അപ്പോൾ നമ്മുടെ ആൻസർ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എവിടെയാണ്. ഇവിടെ ഈ ഒരു സാധനം ലെഫ്റ്റ് സൈഡിൽ വേണം. നമുക്ക് ഇവിടെ അങ്ങനെയാണ്, ഇത് താഴോട്ടാണ്, ഇത് മുകളിലോട്ടാണ്. നമ്മുടെ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വെച്ചിരിക്കുന്നത് ഫോൾഡിങ് ഇമേജ് ഫോൾഡ് ചെയ്യണ ആ പോയിന്റിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ആ ഇവിടെ മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. അതാണ് എൻ്റെ ട്രിക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. 25th ക്വസ്റ്റ്യൻ പോവാം. സെലക്ട് ദ ഓപ്ഷൻസ് ഇൻ വിച്ച് വേർഡ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഷെയർഡ് ബൈ ദ ഗിവൺ പെയർ ഓഫ് വേർഡ്സ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. ഈ റിലേഷൻഷിപ്പ് ഏതാണ്, ആ കറസ്പോണ്ടിങ് റിലേഷൻ ഓപ്ഷൻസിൽ ഏതാണെന്നാണ് നോക്കേണ്ടത്. വെയിറ്റ് നോക്കി, വെയിറ്റിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. നമുക്ക് SI യൂണിറ്റ് ആണ് നോക്കിയാൽ മതി. ഡിസ്റ്റൻസ് ഓക്കെ, ഹേർട്സ് ആണ്. ഹേർട്സ് ആണ് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ആണ്. ഡിസ്റ്റൻസിൻ്റെ എന്താണ് മീറ്റർ ആണ്. അപ്പോൾ ഇതെല്ലാം ആൻസർ ഔട്ടായി. അതിൻ്റെ നമ്മൾ റെസിസ്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ആണ് എന്ത്, ഓം. ഓക്കെ, അത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻസ് ഇതായിരിക്കും, ഇത് രണ്ടുമല്ല, പാരാമീറ്റേഴ്സ് ഒക്കെ തന്നത്. അപ്പോൾ അതോടെ 25 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പേപ്പർ കമ്പാരിറ്റീവ് നമ്മൾ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത ചില പേപ്പേഴ്സായിട്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയർ ഷിഫ്റ്റ് ആയിരുന്നു. റൈറ്റ് അവേ നമുക്ക് മോസ്റ്റ് ഓഫ് ദി ലോജിക്കുകൾ ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ലെവൽ. ഒറിജിനൽ എക്സാമിൻ്റെ ഇതിൽ നിങ്ങളുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പേപ്പർ ഇത് ക്ലിയർ ആയിന്ന്, ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത തവണ കാണാം. ഓക്കെ, ബൈ.